Hello students, today we are going to discuss about how to create cost centers in Tally. ടാലിയിൽ എങ്ങനെ വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കോസ്റ്റ് സെന്റർ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ കോസ്റ്റ് സെന്റർ ബ്രേക്ക് for green enterprises which has 3 departments: production, finance and sales, and employs 2 salesmen, John and Rahul, വർക്കിംഗ് അണ്ടർ ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പൊ നമുക്കിവിടെ പറയുന്നത് എന്താണ്? ഗ്രീൻ എന്റർപ്രൈസസ് ആണ് നമ്മുടെ കമ്പനി. അവിടെ 3 ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത് അല്ലെ. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് സെയിൽസ്. അതിൽ 2 എംപ്ലോയീസ് വരുന്നുണ്ട്, അതായത് 2 സെയിൽസ്മാൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാരാണ് ജോൺ ആൻഡ് രാഹുൽ. അതുപോലെ തന്നെ എന്താണ്? ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വർ റെക്കോർഡഡ് ഇൻ മെയ് 2023. മെയ് 2023 റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു മാസം റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ്, ഒരു 4 ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് 2 ലക്ഷം ഉണ്ട്. അതിൽ ജോൺ കോൺട്രിബ്യൂട്ട് ചെയ്ത് എത്രയാണ്? 1,20,000. രാഹുൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 80,000. ദെൻ സാലറി പെയ്ഡ് 60,000 ടോട്ടൽ. അതിൽ ജോണിന് 35,000 കൊടുത്തിട്ടുണ്ട്, രാഹുലിന് 25,000 കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്മീഷൻ പെയ്ഡ് 20,000 ആണ് ടോട്ടൽ. അതിൽ ജോണിന് 12,000 വരുന്നുണ്ട്, അതേപോലെ തന്നെ രാഹുലിന് 8,000 വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ റെന്റ് പെയ്ഡ് 7,200 ആണ് ടോട്ടൽ. അതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്രയാണ്? 3,800 ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ 3,400. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കോസ്റ്റ് സെന്റർ എന്തിനാണ് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റ് കൂടി വരുവാണെങ്കിൽ, അതായത് ഒന്നിന്റെ ഉള്ളിൽ മറ്റൊരു കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് സെന്റർ ബ്രേക്കപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് സെയിൽസ് അല്ലെ. അതില് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താണ്? 2 വർക്കേഴ്സ് പിന്നെയും വന്നിട്ടുണ്ട്, ജോൺ ആൻഡ് രാഹുൽ. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കോസ്റ്റ് സെന്റർ ബ്രേക്കപ്പ് ആണ് കാണിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ്? ടാലി പ്രൈം ഓപ്പൺ ചെയ്യാം അല്ലെ. പ്രൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ്? കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കമ്പനി ക്രിയേഷൻ ആണ് അല്ലെ. ഈ കമ്പനി ക്രിയേഷനെ കുറിച്ചിട്ടായാലും ടാലി എന്താണ് ടാലിന്റെ വിൻഡോസിനെ കുറിച്ചിട്ട്, ഐ മീൻ ടാലി സ്ക്രീനിനെ കുറിച്ചിട്ടായാലും അതുപോലെ തന്നെ ലെഡ്ജർ, വൗച്ചർ ക്രിയേഷനൊക്കെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് കാണും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഇവിടെ കാണുന്നുണ്ടല്ലോ F3 എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ബട്ടൺ പാനലിനകത്ത് നമ്മൾ F3 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമ്മൾ എന്താണ്? ക്രിയേറ്റ് കമ്പനി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് കമ്പനി എന്നുള്ള കമ്പനി സെലക്ട് ചെയ്തു. ഞാനിവിടെ തൽക്കാലം നമ്മൾ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഗ്രീൻ എന്റർപ്രൈസ് ആണ് അല്ലെ. തൽക്കാലം ഞാനിവിടെ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗ്രീൻ. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് കൊടുക്കുക കേരള. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം അല്ലെ. അതായത് ബിഗിനിങ് ഫ്രം എന്നുള്ളത് ഒന്നുകിൽ ഏപ്രിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് തൽക്കാലം 1st April 2025 തന്നെ നിൽക്കട്ടെ അല്ലെ. ആ സെയിം തന്നെ എന്ത് ചെയ്യണം? താഴെയും കൊടുക്കണം, ബുക്ക് ബിഗിനിങ് ഫ്രമും സെയിം തന്നെ കൊടുക്കുക. ഞാനിവിടെ 1st April 2025, 1st April 2025 സെയിം തന്നെ കൊടുത്തിട്ട് സേവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുക്കേണ്ട കാര്യം എന്താണ്? കമ്പനിയുടെ പേര് കൊടുത്തു, സ്റ്റേറ്റ് കൊടുത്തു, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം സെയിം, ബുക്ക് ബിഗിനിങ് ഫ്രം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവരോട് ചോദിക്കുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അല്ലെ. നമുക്കിത് സേവ് ചെയ്യണമല്ലോ. അപ്പൊ എന്ത് ചെയ്തു? എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ആയി. അതിനുശേഷം വരുന്ന ഒരു വിൻഡോ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അത് കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അവിടെ പറയുന്നുണ്ട്. അതിന് താഴെ എന്താണ്? ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളത് നോ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. നമുക്ക് എന്താണ്? അത് യെസ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അല്ലെ. നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? കോസ്റ്റ് സെന്റർ അല്ലേ. അപ്പൊ കോസ്റ്റ് സെന്റർ നിങ്ങളിവിടെ താഴെ കാണുന്നുണ്ടാകും ഇനേബിൾ കോസ്റ്റ് സെന്റർ എന്നുള്ളൊരു ഫീച്ചർ അല്ലെ. അതിപ്പം നോ ആണെന്നുള്ളത് തൽക്കാലം അതിന് എന്ത് ചെയ്യുക? യെസ് ആക്കിയിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന മെയിൻറ്റെയിൻ ഇൻവെന്ററി എന്നുള്ള ഫീച്ചേഴ്സ് നോ ആക്കി കൊടുക്കുക. ബാക്കി അങ്ങ് സേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനാബിൾ കോസ്റ്റ് സെന്റേഴ്സ് യെസ് ആക്കുക, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഇൻവെന്ററി നോ ആക്കുക. ദെൻ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കീ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കൺട്രോളും എയും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഗ്രീൻ എന്നുള്ളൊരു കമ്പനി ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്? നമുക്ക്
ഇവിടെ ആരോ ചെയ്തു വെച്ചൊരു കമ്പനി ഉണ്ടായിരുന്നു, ട്രയൽ ബാലൻസ്. അതിനെ എന്ത് ചെയ്യണം? ഷട്ട് ചെയ്യണം. F3 തന്നെ ക്ലിക്ക് ചെയ്യുന്നു, ഷട്ട് എടുക്കുന്നു, ട്രയൽ ബാലൻസ് എടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ കമ്പനി മാത്രമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? പീരീഡ് ചേഞ്ച് ചെയ്യണം അല്ലെ? പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഫംഗ്ഷൻ Alt F2 ആണ്. അപ്പൊ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത ഇയർ ഏതാണോ ആ ഇയർ തന്നെ ആയിരിക്കണം നമ്മളുടെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് 1st January 2025 അപ്പൊ പീരീഡ് എങ്ങനെ കൊടുക്കുക? 1st April ആണ് അല്ലെ? കമ്പനി 1st April ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 1st April 2025 മുതൽ 31st March വരും അല്ലെ? 2026 വരും. ഇതാണ് നമ്മളുടെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം പീരീഡ് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഏതൊക്കെയാ? പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് സെയിൽസ് അല്ലെ? അതിൽ വരുന്ന 2 ആൾക്കാർ ആരാണ്? ജോണും രാഹുലും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? കോസ്റ്റ് സെന്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോസ്റ്റ് സെന്റർ കാണാം. ആദ്യം ചെയ്യേണ്ടത് കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യലാണ് കേട്ടോ. കോസ്റ്റ് സെന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 3 ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഞാനിവിടെ ഷോർട്ട് ആയിട്ട് കൊടുക്കുവാണ്. പ്രൊഡക്ഷൻ അണ്ടർ ഗ്രൂപ്പ് എന്താണ്? പ്രൈമറി തന്നെ സേവ് ചെയ്യണം. അതിനുശേഷം എന്താണ്? ഫിനാൻസ് അണ്ടർ ഗ്രൂപ്പ് പ്രൈമറി തന്നെ സേവ് ചെയ്തു. അതിനുശേഷം എന്താണ്? സെയിൽസ്. ഓക്കെ, അണ്ടർ ഗ്രൂപ്പ് പ്രൈമറി തന്നെ സേവ് ചെയ്യണം. അതിനുശേഷം വരുന്ന എന്താണ്? ജോൺ ആണല്ലേ? ജോൺ എൻ്റർ അടിക്കുക. ഇവിടെ അണ്ടർ ഗ്രൂപ്പിൽ എന്ത് കൊടുക്കണം? സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ഓക്കെ അല്ലേ? അതിനുശേഷം രാഹുൽ വരുന്നുണ്ട്. രാഹുൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പൊ നമ്മൾ കോസ്റ്റ് സെന്റർ എന്നുള്ള സംഭവം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ നമ്മൾ ഇനി നേരെ എസ്കേപ്പ് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യം മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടുന്ന് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വരുന്ന ലെഡ്ജേഴ്സ് ഏതൊക്കെയാ? ക്യാഷ്, സെയിൽസ് അല്ലെ? അപ്പൊ ക്യാഷ് ഒരു ലെഡ്ജർ ആണ്, സെയിൽസ് ഒരു ലെഡ്ജർ ആണ്. ദെൻ സാലറി പെയ്ഡ്, സാലറി ഉണ്ട്, ക്യാഷ് ഉണ്ട്. അതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ, ക്യാഷ്. റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ റെന്റും ക്യാഷും ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ടാലിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനേ പാടില്ല. ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആണ് ക്യാഷ്. അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ്? വെറും സെയിൽസ് ഒക്കെ ചെയ്യണം, അതേപോലെ തന്നെ സാലറി ചെയ്യണം, കമ്മീഷൻ ചെയ്യണം, റെന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ലെഡ്ജേഴ്സ് ചെയ്യാം അല്ലെ? ഓക്കെ, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാലോ. ക്രിയേറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക, ലെഡ്ജർ ക്ലിക്ക് ചെയ്യുക. ഏതൊക്കെയാണ് നമ്മൾ ലെഡ്ജർ? ആദ്യം വരുന്ന ഏതാണ്? സെയിൽസ്. സെയിൽസ് സെയിൽസിന് അണ്ടർ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെയിൽസ് അക്കൗണ്ട് അല്ലെ? അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സാലറി. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സേവ് ചെയ്തത്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+A യൂസ് ചെയ്തു. കമ്മീഷൻ. കമ്മീഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് സേവ് ചെയ്യുക. അതുപോലെ തന്നെ റെന്റ്. പിന്നെ നിങ്ങൾ ഈ ഒരു കോസ്റ്റ് സെന്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം സെയിൽസ് എന്നുള്ളൊരു ലെഡ്ജർ നമുക്ക് എന്തായാലും ചെയ്യാനുണ്ടാകും, സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ബാക്കി വരുന്ന എല്ലാ ഐറ്റംസ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. ചില സമയത്ത് മാത്രം വേജസ് നമുക്ക് തന്നേക്കാം. അത് ആ വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബാക്കി എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈവൻ സാലറി പെയ്ഡ് ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, റെന്റ് ആയിക്കോട്ടെ, ടെലിഫോൺ ആയിക്കോട്ടെ, ടെലിഗ്രാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ, പോസ്റ്റേജ് ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, റെന്റ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ തരാം. അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം, ചെയ്തിരിക്കണം കേട്ടോ. Ctrl+A വെച്ച് നമ്മൾ സേവ് ചെയ്തു. അപ്പൊ നമ്മൾ ലെഡ്ജേഴ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം വരുന്ന എന്താണ്? നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യണം അല്ലെ? വൗച്ചേഴ്സ്. വൗച്ചേഴ്സിലേക്ക് പോവാം. ഏതൊക്കെയാണ് നമുക്ക് വൗച്ചേഴ്സിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്യാഷ് സെയിൽസ് ചെയ്യണം, സാലറി പെയ്ഡ് ചെയ്യണം, കമ്മീഷൻ പെയ്ഡ് ചെയ്യണം, റെന്റ് പെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ആദ്യം ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വൗച്ചറിലാണ് ചെയ്യുക? സെയിൽസ് വൗച്ചറിലല്ലേ? ബാക്കി എല്ലാം എന്താണ്? പെയ്ഡ് പെയ്ഡ് പെയ്ഡ്. പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ്? ഇവിടെ
നമ്മളെ വൗച്ചേഴ്സ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡാണ് വരിക, അതായത് ഈ ഒരു ഡിസ്പ്ലേ ആണ് വരിക. അതായത് ഇവിടെ നമുക്ക് ഒറ്റൊരു എമൗണ്ട് കോളം മാത്രമല്ലേ വരുന്നുള്ളൂ, നമുക്ക് 2 എമൗണ്ട് കോളം വേണ്ടേ, ഡെബിറ്റും ക്രെഡിറ്റും വേണ്ടേ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ എൻട്രി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം എന്തായിരുന്നു, ക്യാഷ് സെയിൽസ് ആയിരുന്നു അല്ലേ, സെയിൽസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ എൻട്രി ആക്കി കൊടുക്കുക. അതിനുശേഷം എന്താണ്, സെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെയിൽസിൽ ഇവിടെ പാർട്ടി നെയിം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, പർട്ടിക്കുലേഴ്സ് നമുക്കിവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വൗച്ചർ ആസ് വൗച്ചർ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻട്രി എന്തായിരുന്നു, ക്യാഷ് സെയിൽസിൻ്റെ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ്. ക്യാഷ് എൻട്രി അടിച്ചതിന് ശേഷം ഇവിടെ എന്താണ്, ഡെലിവറി നോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻട്രി അടിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, ഇതൊക്കെ എൻട്രി അടിച്ചങ്ങ് പോയാൽ മതി. എമൗണ്ട് എത്രയാണ് വരുന്നത്, 2 lakh ആണ് അല്ലേ, 2 lakh. എൻട്രി അടിച്ചു കഴിഞ്ഞാൽ സെയിൽസ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്നാണ്. ശ്രദ്ധിക്കണേ, ഈ ബൈ എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്, 2 എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ എങ്ങനെ വായിക്കുക, അതിന് ജേർണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ വായിക്കുക, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് വായിക്കും. നമ്മളിവിടെ സെയിൽസ് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി എൻട്രി അടിച്ചത് എന്താണ്, ജോൺ. അവിടെ ബ്രാക്കറ്റിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾ നോക്കിയാൽ മതി. എന്താ പറയുന്നത്, ജോൺ 1,20,000 ആണ് കൊടുത്തിരിക്കുന്നത്, രാഹുൽ ആണെങ്കിൽ 80,000. അപ്പൊ അത് നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ജോൺ ക്ലിക്ക് ചെയ്തു, എത്രയാണ്, 1,20,000. ആൻഡ് നെക്സ്റ്റ് വൺ രാഹുൽ. ബാക്കി നമ്മൾ ചെയ്ത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ 80,000 ഓൾറെഡി വന്നിട്ടുണ്ട്. ദെൻ എന്താണ്, ഇവിടെ ഡിവിഷൻ ആയിട്ട് കാണിച്ചു കൊടുക്കും, സെയിൽസ് 1,20,000 ജോണും, രാഹുൽ എത്രയാണ്, 80,000. ദെൻ സേവ് ചെയ്യുക, ആക്സെപ്റ്റ് എൻട്രി അടിക്കുക, സേവ് ചെയ്യുക. അതിനുശേഷം ബാക്കി എല്ലാം നമ്മൾ എവിടെ ചെയ്യുക, പേയ്മെന്റിലാണല്ലേ ചെയ്യുക, എല്ലാം പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പേയ്മെന്റിലേക്ക് ക്ലിക്ക് ചെയ്യുക, F5 പേയ്മെന്റ്. അതിനുശേഷം എന്താണ്, സാലറി. ഇവിടെ സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ് എന്ത് പേ ചെയ്യുന്നതാണെങ്കിൽ ക്രെഡിറ്റിൽ എന്താ വരിക, ക്യാഷ് ആണ് വരിക. അപ്പൊ ഡെബിറ്റിൽ എന്താ വരിക, എന്താണോ പേ ചെയ്യുന്നത് അതാണ് ഡെബിറ്റിൽ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ്, സാലറി ആണ് അല്ലെ നെക്സ്റ്റ് വരുന്നത്. നോക്കി ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, സാലറി പെയ്ഡ് 60,000 ആണ്, അതിൽ ജോൺ 35,000 ഉണ്ട്, രാഹുൽ 25,000 ഉണ്ട്. നോക്കാം, അപ്പൊ എന്താ വരിക, സാലറി അക്കൗണ്ട് അറ്റ്, സാലറിന്റെ എമൗണ്ട് എത്രയാണ്, 60,000 ആണ്. ഓക്കെ, എൻട്രി അടിക്കുക, അതിൽ ജോൺ വരുന്ന എത്രയാണ്, 35,000 വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ വരുന്നതാണ് എത്ര, 25,000. എൻട്രി അടിക്കുക, ടു ക്യാഷ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വായിക്കുക, സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഓക്കെ, എൻട്രി അടിച്ച് സേവ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്, കമ്മീഷൻ പെയ്ഡ് ആണ്. ഞാൻ പറഞ്ഞു പേയ്മെന്റ് തന്നെയാണ് ചെയ്യേണ്ടത്. കമ്മീഷൻ എത്രയാ, 20,000 അല്ലെ, 20,000. കമ്മീഷൻ എത്രയാണ് വരുന്നതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കമ്മീഷൻ എത്രയാണ് വരുന്നത്, 20,000 ആണ് കമ്മീഷൻ, അതിൽ ജോൺ 12,000 ആണ്, രാഹുൽ 8,000 ആണ്. ജോൺ ക്ലിക്ക് ചെയ്തു, എത്രയാണ്, ജോൺ 12,000. ഓക്കെ, ഇനി രാഹുൽ ആണെങ്കിൽ 8,000. ഓക്കെ, ടു ക്യാഷ്, കമ്മീഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നമ്മൾ എൻട്രി അടിച്ചു സേവ് ചെയ്തു. ലാസ്റ്റ് വൺ ആണ് എന്ത്, റെന്റ് പെയ്ഡ് അല്ലെ. അഥവാ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ലെഡ്ജർ ചെയ്യാൻ വേണ്ടി വിട്ടുപോയി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൗച്ചർ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഇവിടെ അല്ലെ, റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി ബാക്ക് അടിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എസ്കേപ്പ് ബട്ടൺ ആട്ടോ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്തായിരുന്നു, നമ്മളിത് റെന്റ് പെയ്ഡ് ആണ് അല്ലെ. റെന്റ് പെയ്ഡിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് വരുന്നത്, റെന്റ് പെയ്ഡ് 7,200 ആണ് ടോട്ടൽ വരുന്നത്. അതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ 3,800, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ 3,400 ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, റെന്റ് എന്ന് പറഞ്ഞിട്ട് 7,200 ആണ് ടോട്ടൽ എമൗണ്ട്. അതിനുശേഷം എന്താണ്, പ്രൊഡക്ഷനിലായിട്ട് 3,800 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലായിട്ട് 3,400 വരുന്നുണ്ട്. എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, റെന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് വരും അല്ലെ. ദെൻ സേവ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി എന്താ ചെയ്യാൻ വേണ്ടി പറയുന്നത്, കോസ്റ്റ് സെന്റർ ബ്രേക്കപ്പ് ആണ് കാണിക്കാൻ വേണ്ടി പറയുന്നത്. നേരെ എസ്കേപ്പ് അടിച്ചതിന് ശേഷം റിപ്പോർട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും, റിപ്പോർട്ടിൽ നമുക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ കാണുന്നുണ്ടാകും. അപ്പൊ നമുക്ക് എന്താ എടുക്കണ്ടേ, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് കണ്ടോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക, കോസ്റ്റ് സെന്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്നത് എന്താണ്, കോസ്റ്റ് സെന്റർ ബ്രേക്കപ്പ് ആണല്ലേ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്, കോസ്റ്റ് സെന്റർ ബ്രേക്കപ്പ്.
ഓക്കെ, അതിൽ നമ്മൾ ഓപ്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോ കോളം താഴെ നിങ്ങൾ ബട്ടൺ പാനൽ താഴെ റൈറ്റ് സൈഡിൽ താഴെ കണ്ടോ ഓട്ടോ കോളം എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്ത് എന്താ കോസ്റ്റ് സെന്റേഴ്സ് അല്ലേ, അപ്പോൾ ഓട്ടോ കോളത്തിൽ കോസ്റ്റ് സെന്റേഴ്സ് കൊടുത്തു, ഷോ ടോട്ടൽ കോളം എല്ലാ കോളം നമുക്ക് കാണിക്കണമല്ലോ, യെസ് കൊടുത്തു. അതിനുശേഷം എന്താണ് നമ്മളുടെ ആൻസർ ഫൈനലി ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം ഈ ഒരു എറോ കീ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൻസേഴ്സും നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ കോസ്റ്റ് സെന്ററിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ.